പ്രൈസ് ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്ക് വന്ദനം അറിയിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വൈകുന്നേര സമയത്തിൽ ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ പ്രത്യേകിച്ച് റോസ് ഫാമിലി എനിക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് 3ാമത് വർഷം ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ എഡിറ്റർ ആയിരിക്കുന്ന സിസ്റ്റർ റോസ്ലിൻ അവർക്ക് എൻ്റെ ഹൃദയപൂർവ്വക നന്ദി അറിയിപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേര സമയത്തിൽ ദൈവം ഈ ഗ്രൂപ്പിന് ഇത്രത്തോളം നടത്തി അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കിയതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 3ാമത് വർഷം വളരെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അനേക ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനമായി ഈ ഗ്രൂപ്പിന് ദൈവം ഉപയോഗിച്ച് അയച്ചതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൊടുത്ത ദർശന പ്രകാരം അനേകരെ ഈ ഗ്രൂപ്പ് മുഖാന്തരം പ്രസംഗിക്കുവാനും പാടുവാനും വചനങ്ങൾ പറയുവാനും അനേക സ്ഥലങ്ങളിലേക്ക് ഇതിന് ഒരു ഭയങ്കര ഉദ്ദേശത്തോടെ ദൈവം ഉപയോഗിച്ചതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എനിക്ക് ഈ ഗ്രൂപ്പിൽ 1 വർഷകാലമായി ഏകദേശം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം കൃപ ചെയ്തതിനോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശക്തമായി റോസ്ലിൻ സിസ്റ്ററിനെ കുടുംബത്തെ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അല്പ വചനമായി ചിന്തകളായി നിങ്ങളുടെ മുമ്പിൽ വരുവാനും ദൈവം എനിക്ക് തന്നെ ഈ സമയത്തിനോർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വചനം വായിച്ച് ഞാൻ എൻ്റെ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 14-ാം വചനം നമുക്ക് ചിന്തിക്കാം. അവിടെ ഒരു സഹോദരിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നാം ഓരോരുത്തരിനു വേണ്ടി വലിയ ഉദ്ദേശവും പിന്നെ വലിയ ദർശനം കർത്താവിൻ്റെ ഹൃദയത്തിലേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പണയോടെ ആയിരിക്കുമ്പോൾ നിശ്ചയമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. We are chosen by God. God had a great plan and purpose for each one of us, whoever may be. If we obey and sacrifice our life in the presence of God with whole heart, surely He will use us and He will bless us. That's what the Spirit of God is doing in Sister Roslyn and their life. നമുക്കറിയാമല്ലോ പ്രിയ സഹോദരി റോസ്ലിൻ അവർക്ക് ദൈവം ഒരു ദർശനവും കൊടുത്തു. അതിൻ്റെ പ്രകാരം ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം നാം ഓരോരുത്തരെ കുറിച്ച് വലിയ പദ്ധതി ദൈവത്തിൻ്റെ ഹൃദയത്തിലോ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ സമയത്ത് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിലോ നിറവേറ്റു തന്നെ ചെയ്യൂ. ഇവിടെ നമ്മൾ വായിച്ച വേദവചനം ഇങ്ങനെ പറയുന്നു. ഐ വുഡ് ലൈക്ക് ടു റീഡ് ഇറ്റ്. അത് ഒന്ന് വായിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 14-ാം വചനം. Now a certain woman named Lydia heard us. She was a seller of purple from the city of Thyatira, who worshipped God. The Lord opened her heart to heed the things spoken by Paul. Amen. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിച്ച ഈ പ്രത്യേക സ്ക്രിപ്ചേഴ്സിലോ കാണാൻ സാധിക്കുന്നു ലുദിയ എന്ന ഒരു സഹോദരിയ. ഈ ലുദിയ എന്ന സഹോദരിയുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ഒരു ബിസിനസ് ലേഡി, പർപ്പിൾ സെല്ലർ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ വിലപ്പെട്ട ഒരു മീൻസ് പെഡൽ she was selling. So by the time she heard the word of God, അതേ സമയത്ത് തൻ്റെ ബിസിനസ്സിലായിരിക്കുമ്പോഴാണ് പൗലോസ് പറയുന്ന വചനങ്ങൾ കേൾക്കുവാനായിട്ട് തൻ്റെ ചെവി കൊടുത്തു. എപ്പോൾ ആ സഹോദരി തൻ്റെ ചെവി കൊടുത്ത് ദൈവം തൻ്റെ ഹൃദയത്തെ തുറന്നെന്നാണ് വചനം ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ദൈവഭക്തന്മാരാ, ദൈവത്തെ സേവിക്കുന്നവരാ. എന്നാൽ ഈ ലോകത്തിൽ അനേകർ ദൈവമക്കളെന്ന് പറയുമ്പോൾ, അനേകർ ഞാൻ ദൈവ പൈതലെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിലോ
ചിലവരിന് മാത്രമാണ് തൻ്റെ പ്രിയപ്പെട്ട മക്കളായി ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവരിലെ കൂടെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുവാനും ആഗ്രഹമുള്ള ഹൃദയങ്ങളാണ് ദൈവം നോക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരി തൻ്റെ ചെവി കൊടുത്ത് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ താൻ തയ്യാറായപ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തെ തുറന്നതായിട്ട് വചനം നമ്മളോട് സംസാരിക്കുന്ന. ഹല്ലേലൂയ. തൻ്റെ ഹൃദയത്തെ തുറന്നപ്പോൾ അവിടെ വൻ കാര്യങ്ങളാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തതായിട്ട് ഈ വചന മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. അത് നമ്മൾ ഈ പ്രത്യേക വചനങ്ങളിലോ ശ്രദ്ധിക്കാൻ കഴിയുന്നു. താൻ തൻ്റെ ഹൃദയം തുറന്നപ്പോൾ ആ വചനങ്ങൾ സ്വീകരിച്ച ആ സഹോദരി താൻ മാത്രം രക്ഷിക്കപ്പെട്ടതല്ല, തൻ്റെ കുടുംബം കൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനോ തൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിത്തിൻ ഫ്യൂ സ്ക്രിപ്ചേഴ്സിലോ തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. താൻ സ്വീകരിച്ച ആ ദൈവത്തിൻ്റെ വചനം തൻ്റെ ഹൃദയത്തിലോ വെച്ച് ആ വചനം കൊണ്ട് താൻ തൻ്റെ ഭവനത്തേക്ക് ചെന്ന് അവിടെ തൻ്റെ കുടുംബത്തിലുള്ള ഏവർക്കും ആ സുവിശേഷം അറിയിപ്പിച്ച്. ഹല്ലേലൂയ. ഷീ വാസ് റിയലി എ മിഷൻ മൈൻഡഡ് woman. When God opened her heart, she opened her heart for mission. Hallelujah. അതാണ് തൻ്റെ ഹൃദയത്തിൽ ദൈവം കണ്ടത്. താൻ പ്രാപിച്ച ആ രക്ഷയുടെ അനുഭവം തന്നെ മാത്രമേ വെച്ചുകൊണ്ടിരിക്കാതെ അത് മറ്റുള്ളവരിലേക്ക് അനേകരിലേക്ക് അത് പറഞ്ഞു കൊടുക്കുവാനോ ഒരു ഹൃദയമുള്ള സഹോദരിയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ താൻ സ്വീകരിച്ച ആ രക്ഷയുടെ അനുഭവം കൊണ്ട് താൻ അനേക സ്ഥലങ്ങൾക്ക് താൻ ഈ പർപ്പിളായിട്ട് എവിടേക്ക് പോകുന്നോ അവിടെ എല്ലാം താൻ കൊണ്ട് നടന്ന്. ഹല്ലേലൂയ. ആ സത്യ സുവിശേഷം അനേകരുടെ ജീവിതങ്ങളിലെ അത് ഹല്ലേലൂയ വിടുതലക്ക് കാരകമായി, അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരകമായി. പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെയൊക്കെയുള്ള ഹൃദയങ്ങളാണ് ഇന്ന് പകൽക്കാലം കാണുന്നു. ദൈവം നാം ഏവരും സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുവാനും ആഗ്രഹമുള്ള ഹൃദയത്തെ ദൈവം നോക്കുന്ന. ഹല്ലേലൂയ. ഈ സഹോദരിയുടെ കൂടെ അനേക സഹോദരിമാർ ആ കടൽ തീരത്ത് ഉണ്ടായിരുന്നു. അനേകർ ഈ വചനം കേട്ടായിരുന്നു. എന്നാൽ ദൈവം തുറന്ന ഒരേ ഒരു ഹൃദയമാണ് ലുദിയയുടെ ഹൃദയം. ഇന്ന് വൈകുന്നേര സമയത്തിൽ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും കർത്താവിന് സേവിക്കുന്ന ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളിലെ കൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം, നമ്മുടെ മൈൻഡ്, നമ്മുടെ സ്പിരിറ്റിൽ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളിലെ കൂടെ വൻ കാര്യങ്ങൾ ചെയ്യൂ. ഹല്ലേലൂയ. ഈ സഹോദരി തൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് തൻ്റെ ഭവനം മറിയോ പിന്നെ തൻ്റെ മക്കള് തൻ്റെ ഭർത്താവ് ഏവർ ആദ്യം ആത്മരക്ഷയിലേക്ക് നടത്തി. അതുമാത്രമല്ല തൻ്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഈ ദർശനം പകർത്തി കൊടുത്തു. ഹല്ലേലൂയ. ഈ തുയത്തൈര പട്ടണത്തിൽ ഈ ഒരു സഹോദരി മുഖാന്തരമാണ് ഈ സത്യ സുവിശേഷം അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. തൻ്റെ ഭവനത്തിൽ ആരാധന തുടങ്ങി. അവിടെ ആരാധന ഉയർന്നു വന്നപ്പോൾ ആ ചുറ്റുപാടുള്ള അനേക ഭവനങ്ങൾക്ക് അത് അനുഗ്രഹമായി. ഹല്ലേലൂയ. അനേക ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ ഉണ്ടായിരുന്നു. അനേകർ ആ ആരാധനയ്ക്ക് കടന്നു വരാൻ തുടങ്ങി. ഈ മിഷൻ മൈൻഡഡ് വുമൻ began to spread the gospel in the city of Tuitera. Hallelujah. What a great mission that God has given to her. My dear friends, this evening God is speaking to each one of us that God had a particular plan and purpose to do great things through your life. Hallelujah. If you are able to give your heart to God, God wants to do the great things through your life. Hallelujah. Whatever the place may be, wherever you are living may be, whatever the situation may be you are facing, but God is able to use you. Hallelujah. Here we can see, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ സഹോദരി തീത്തേര പട്ടണത്തിലെ തൻ്റെ മക്കളായി തൻ്റെ കുടുംബമായി ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങി. ആ ദൈവദാസന്മാർക്ക് താമസിക്കുവാനും അവർക്കുള്ള സകല കാര്യങ്ങൾ ക്രമീകരിച്ച് അവരെ ആദരിക്കാൻ തുടങ്ങി. അവിടെ വലിയ ഒരു ഉണർവ് ദൈവം അയച്ച്. ഹല്ലേലൂയ. ആ പട്ടണത്തിലെ സഭ ദിനം ദിനം വർദ്ധിച്ചു വരുവാൻ ഇടയായിരുന്നു. അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിരുന്നു.
കേവലം ഈ ഒരു സഹോദരിയുടെ ഹൃദയം തുറന്നത് കൊണ്ട്. ഹല്ലേലൂയ. ആ പട്ടണത്തില് അനേകര് ധനവാന്മാരായവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ കൂടെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ ഈ സഹോദരിക്ക് കഴിഞ്ഞു. കാരണം താൻ ചെയ്യുന്ന ബിസിനസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉന്നതമായ ഒരു പർപ്പിൾ സെല്ലറ. ഹല്ലേലൂയ. തനിക്ക് ഏത് സ്ഥലത്തേക്ക് കടന്നു പോകുവാനുള്ള ഒരു വേദി തനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ താൻ പോകുന്നിടത്തെല്ലാം ഈ സത്യ സുവിശേഷം പറയുവാനും തന്നെയോ തന്റെ കുടുംബത്തെ ദൈവം ഉപയോഗിച്ച്. ഹല്ലേലൂയ. ആദ്യം താൻ തന്റെ കുടുംബത്തെ കർത്താവിലേക്ക് നയിക്കുവാൻ താൻ മനസ്സ് വെച്ചപ്പോ ദൈവം തന്റെ പട്ടണത്തിൽ താനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈ സഹോദരിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. തീത്തൈര പട്ടണത്തിലെ ഏഷ്യ ഭൂഗോളത്തിലെ നമ്മൾ കാണുമ്പോൾ ഏഷ്യൻ കൺട്രീസില് ദൈവം റിക്കഗ്നൈസ് ചെയ്ത ഒരു ഹല്ലേലൂയ സഭയായി ഇത് തീരുവാൻ ഇടയായിരുന്നു. ഹല്ലേലൂയ. ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 2 നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ ദൈവം 4ാമത് സഭയായിട്ട് തീത്തൈര പട്ടണത്തിലോ ഉള്ള സഭയെ റിക്കഗ്നൈസ് ചെയ്ത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ആ തീത്തൈര പട്ടണത്തിലുള്ള സഭയെ കുറിച്ച്, ആ സഭയുടെ ഗുണശീലങ്ങളെ കുറിച്ച് അവിടെ പത്മോസ് ദ്വീപത്തിലായിരിക്കുന്ന യോഹന്നാനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. ഹല്ലേലൂയ. എത്ര വലിയ ദർശനമായി ഈ സഹോദരി പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ഐ റിയലി അപ്രീഷിയേറ്റ്. ഞാൻ വളരെ ആത്മാർത്ഥമായി ഹൃദയാംഗമായി സിസ്റ്റർ റോസ്ലിൻ അവരെ ഞാൻ ബഹുമാനിക്കുന്നു. ദൈവം തനിക്ക് കൊടുത്ത ആ ദർശന പ്രകാരം, തനിക്ക് ലഭിച്ച ആ ദർശന പ്രകാരം താൻ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് അനേകർക്ക് സത്യ സുവിശേഷം അറിയിപ്പിക്കുവാനോ, അനേകരെ പ്രോത്സാഹിക്കുവാനോ, അനേകരുടെ കർത്താവിലേക്ക് നയിക്കുവാനോ താൻ ഹല്ലേലൂയ തന്റെ ഹൃദയം കൊടുത്തു. അതിന്റെ മുഖാന്തരമാണ് ഇന്ന് 3ാമത് വർഷത്തിലെ ഈ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പ് ഹല്ലേലൂയ വളരെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ച ദർശനം വലിയതാ. ഹല്ലേലൂയ. അത് കർത്താവിന്റെ ദൃഷ്ടിയിലോ ഇറ്റ് ഈസ് വെരി വെരി ഗ്രേറ്റ് ആൻഡ് ഇറ്റ് ഈസ് വളരെ പ്രേഷ്യസ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ തയ്യാറായി, അതിനുവേണ്ടി നമ്മൾ സമയം കൊടുക്കുവാനും, അതിനുവേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളിലെ കൂടെ വൻ കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. ഈ സഹോദരി ലിദിയ എന്ന സഹോദരി താനു പ്രവർത്തിച്ച, താനു പണിത ആ സഭയെ കുറിച്ച് സ്വർഗത്തിലോ ഹല്ലേലൂയ സംസാരിക്കുവാൻ ഇടയായിരുന്നു. നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തികൾ അത് എന്തായിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ, ഒരു പക്ഷേ അത് പാടുന്നതായിരിക്കും, അല്ലെ അത് നമ്മൾ കർത്താവിന് വേണ്ടി പാട്ടുകൾ എഴുതുന്നതായിരിക്കും, അല്ലെ വചനം സംസാരിക്കുന്നതായിരിക്കും, ഒരു വ്യക്തിക്ക് ട്രാക്ട് കൊടുക്കുന്നതായിരിക്കും, നമ്മൾ മറ്റുള്ളവരെ കൗൺസിലിംഗ് ചെയ്യുന്നതായിരിക്കും. ഏത് രീതിയിലായിക്കൊള്ളട്ടെ ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ച ആ ദൗത്യം ഹൃദയാംഗമായി, ഹൃദയപൂർവകമായി, ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി ചെയ്യുവാന് ദർശനമുള്ളവരാണെങ്കിൽ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കൂ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കൂ, ദൈവം നിങ്ങളെ ഉയർത്തൂ. നിങ്ങളെ ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥലം മുതൽ നിങ്ങളെ ചുറ്റുപാട് നിങ്ങളുടെ ദർശനം വ്യാപരിക്കുവാനും അത് അനേകർക്ക് അനുഗ്രഹമാക്കുവാനും ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കൂ. അതുകൊണ്ട് ഇന്ന് വൈകുന്നേര സമയത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് ഒരു ദർശനം നൽകുന്നെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നിൽക്കുവാൻ തയ്യാറാകുക, അതിനുവേണ്ടി ഹല്ലേലൂയ സമർപ്പണമുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. തീത്തൈര പട്ടണത്തിലോ ഹല്ലേലൂയ ഈ ഭൂഗോളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആ സഭകളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുമ്പോൾ ദ 4th ചർച്ചായി അല്ലെ 4ാമത് സഭയായി ദൈവം യോഹന്നാനോട് പറയുക ഈ സഭയുടെ ഗുണങ്ങൾ എഴുതുന്നവന്. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠത ദൈവം കൊടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ. ആ സഭയെ കുറിച്ചുള്ള സ്നേഹത്തെ കുറിച്ച്, ആ സഭ ചെയ്ത കാര്യങ്ങളെ കുറിച്ച്, ആ സഭ ഹല്ലേലൂയ എങ്ങനെ ഭൂമിയിൽ ആയിരിക്കുന്നതെല്ലാം സ്വർഗം ഹല്ലേലൂയ റിക്കഗ്നൈസ് ചെയ്തു. ദൈവം അതിനുവേണ്ടി സ്ഥാനം കൊടുത്തു, ദൈവം അതിന് മാനിച്ചു. തീത്തൈര പട്ടണം ഇന്നും നമ്മൾ വായിക്കുന്ന ഒരു പട്ടണമാക്കി, ഒരു സഭയാക്കി ദൈവം അനുഗ്രഹിച്ചു. ഇത്ര നല്ല അനുഗ്രഹിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന നാം എത്രയോ ഭാഗ്യവന്മാരാ. ഹല്ലേലൂയ. നമ്മളെ കേവലം ഒരു സാധാരണ വ്യക്തികളല്ല പ്രിയമുള്ളവരെ. If God has chosen us, we are not an ordinary people, but we are an extraordinary people. Hallelujah. With God everything is possible.
നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് അവർ ഗാഡ്. നമ്മൾ ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കൂ, ദൈവം നമ്മളെ അനുഗ്രഹിക്കൂ, ദൈവം നമ്മളെ നിശ്ചയമായി ഹല്ലേലൂയ മാനിച്ച് ഈ ഭൂമിയിൽ ശക്തമായി ഉപയോഗിക്കൂ. ഹല്ലേലൂയ. എത്ര നല്ല ദൈവമാ. ലിദിയ തന്റെ ഹൃദയം തുറന്നപ്പോ തന്റെ ഭവനത്തിലേക്ക് രക്ഷയുടെ അനുഭവം വന്നു. ഹല്ലേലൂയ. തന്റെ ഭവനം രക്ഷിക്കപ്പെട്ട് വിടുതല പ്രാപിച്ച് തന്റെ പട്ടണത്തിലേക്ക് ഈ രക്ഷയുടെ അനുഭവം വ്യാപരിക്കാൻ തുടങ്ങി. തന്റെ പട്ടണം മുഴുവൻ ഹല്ലേലൂയ, ആ തുയീത്തൈര പട്ടണം മുഴുവൻ കർത്താവിങ്കിലേക്ക് നോക്കുവാൻ ഇടയാക്കി. ഹല്ലേലൂയ. ഏഷ്യൻ കൺട്രീസിൽ തന്നെ ദൈവം മാനിക്കുന്ന ഒരു സഭയാക്കി, ഒരു സഹോദരിയാക്കി ദൈവം ആ സഭയെ ലിഡിയയെ അനുഗ്രഹിച്ചു. ഇതേ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തിൽ എല്ലാവർക്കും വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേര സമയത്തിൽ എന്നെ കേൾക്കുന്നവരെ, ലിദിയ പോലെ ഹൃദയവും തുറക്കുന്ന കർത്താവിന്റെ സ്വരം കേൾക്കുവാനും കർത്താവ് നമുക്ക് ഏൽപ്പിക്കുന്ന ദൗത്യവും ചെയ്യുവാനും ഹല്ലേലൂയ ആഗ്രഹമുള്ളവരാക്കി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളേവരും മാനിക്കട്ടെ. ദൈവം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വർദ്ധില്ല ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ റോസ് ഫാമിലി ദിനം ദിനം വർദ്ധില്ല വരുവാനും അനേകരുടെ ജീവിതത്തിൽ ഈ പ്രയർ ഗ്രൂപ്പ് ഒരു അനുഗ്രഹമാക്കി, വിടുതലക്ക് കാരകമാക്കി, സന്തോഷത്തിന് സമാധാനത്തിന് കാരകമാക്കി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾ, ദൈവമക്കളെ ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലോ എനിക്ക് അവസരം നൽകി ഇങ്ങനെ ദൈവവചനമായി സംസാരിക്കുവാനോ ഗ്രീറ്റിംഗ്സ് അറിയിപ്പിക്കുവാനോ എനിക്ക് ഈ വേദി നൽകിയ സിസ്റ്റർ റോസ്ലിൻ അവർക്ക് ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയപൂർവ്വക നന്ദി അറിയിപ്പിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. Thank you, Lord Father, for this wonderful time which you have given to us, Lord. Thank you, Lord, for blessing this prayer group till now, O God. Thank you, Lord, for helping us to reach 3rd year and celebrating the anniversary, God. Thank you so much for all your faithfulness and wonderful things in our life. Continually be with us and bless us, Lord. Bless all the participants and all the families who is taking care of this and also we pray that continually, hallelujah, help us to do the great things, God. We give you glory and honor unto you, Father. Bless the Sister Roslyn and their family and their ministry, Lord. Thank you for doing that. We give you glory and honor unto you. In Jesus' name, Amen. ദൈവം ഏവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.